അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഡ്രൈ ഫ്രൈ എങ്ങനെ തയ്യാറാക്കിയെടുക്കണം നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. സ്റ്റെമ്മിൽ നിന്നും അടർത്തിയെടുത്ത് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടി ചൂടുവെള്ളത്തിലൊന്നും ഇടാതെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നോർമൽ വെള്ളത്തിലിട്ട് കഴുകിയെടുക്കേണ്ടതാണ്. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞത്, പാകത്തിനുള്ള ഉപ്പ്, 3.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചെറുതാക്കി അരിഞ്ഞെടുത്ത കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഈ സമയത്ത് വെള്ളമൊട്ടും ചേർക്കാതെ തന്നെ മിക്സാക്കി എടുക്കേണ്ടത്. അതിനുശേഷം ഇതിലേക്ക് 8 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി, 6 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഇതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അല്പമായിട്ട് ഒഴിച്ച് കുഴച്ചെടുക്കേണ്ടതാണ്. ഒന്ന് വെറ്റായി കിട്ടിയാൽ മതിയാകും. കൂടുതൽ വെള്ളമായാൽ ഇതിൻ്റെ ടെക്സ്ചറൊക്കെ മാറിപ്പോകും. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടായി വരുന്ന എണ്ണയിലേക്കിട്ട് 2 മിനിറ്റ് വരെ വെക്കാം. അതിനുശേഷം മാത്രം ടേൺ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുമ്പേ മറിച്ചിട്ടാൽ മുകളിലുള്ള കോട്ടിങ്ങൊക്കെ ഇല്ലാതാകും. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടെടുത്താൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഇവിടെ റെഡി. നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ കൂടുതൽ കുക്കിംഗ് ആൻഡ് ഹെൽത്തി റെസിപ്പീസ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, സീ യു.